കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ള ആ ഒരു ഫീലിംഗ് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കത് വലിയ ഒരു എങ്ങനെയുണ്ട്? എത്ര എന്നായി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ലെവലാണ് അല്ലേ? ഫസ്റ്റ് ലെവലാണ്. എന്താണ് തുടങ്ങിയ പോലെയാണോ ഇപ്പോൾ മാറ്റം വന്നത്? പ്രധാനമായിട്ട് മാറ്റം വന്നു എന്ന് തോന്നിയത് സ്പീഡിൻ്റെ വേഗത കൂടിയിട്ടുണ്ട്, എഴുതാനുള്ള വേഗത കൂടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. മാർക്കിൽ മാറ്റം വന്നിട്ടുണ്ടോ ഈ പ്രാവശ്യം? സ്കൂളിൽ എന്നും കിട്ടുന്ന പോലെയൊക്കെ തന്നെയാണ് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് വന്നതിന് ശേഷം? മതിയുണ്ടോ? ചെയ്യാനുണ്ടോ? ഓക്കെ. എഴുത്തിലെ വേഗത കൂടാണ് നമ്മൾ തലച്ചോറിന്റെ പവർ വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ഈ ഒരു സാധനം കൂടുള്ളൂ. അല്ലെങ്കിൽ ഉഷാറായി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അധികം ചെയ്യിക്കും. എത്ര പ്രാവശ്യം ചെയ്യണം അത്രയും പ്രാവശ്യം കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. വേഗത ഇങ്ങനെ കൂടിക്കോളും. അതാ ആ വാ. ഓക്കെ. എന്താ അവൻ്റെ അവസ്ഥ? എത്ര എണ്ണം ചെയ്യും ഇപ്പോ? ഒന്ന് ഉഷാറാക്കി ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ലെവലാ എക്സാം? ഇത് സെക്കൻഡ് ബി അല്ലേ? ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മോഡൽ കൊടുക്കും. എന്നിട്ട് ആ PDF അത് കുഴപ്പമില്ല. അത് ശരിയായിക്കോളാം. അത് കുറച്ച് ചെയ്ത് ശരിയാവും കേട്ടോ. അത് കുഴപ്പമില്ല. ആ കോമ്പിനേഷൻ ആണ്. അതൊന്ന് ശരിക്കും നോക്കിങ്ങാണ്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല ആ ഓക്കെ. വെരി ഗുഡ്. അഞ്ചാറ്. ഓക്കെ. എത്ര വിജയം ചെയ്യും ഇപ്പോൾ? ഇപ്പൊ ഇനി എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ? ഇനി മുടക്കം വരുന്നില്ല? വേറെ കാര്യങ്ങളിൽ എവിടെയെങ്കിലും മാറ്റം തോന്നി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എല്ലാത്തിലും ഓക്കെ ആണോ? ശരിയായിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതീക്ഷിച്ചില്ലാത്ത മാർക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ ടീച്ചറെ ചില സമയത്ത് കോൾ ചെയ്തുകൊണ്ട് ആൻസറൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ ചിലപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ തെറ്റിയിട്ടുണ്ടാവും. സോനപ്പോൾ ഇങ്ങനെ ടീച്ചർ ഓരോ അതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാനെല്ലാം ഫസ്റ്റ് ലെവലാണ്. പിന്നെ എഴുതാൻ മടിയാണ്. ഇരുന്നാലും പെട്ടെന്ന് എഴുതും. അല്ലാതെ പിന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതും കൂടി ഒന്ന് കീപ്പ് ചെയ്യാം. പ്രാക്ടീസ് കുറവാണ്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതിനനുസരിച്ച് മാറ്റങ്ങൾ കാണും. അതും കൂടി ശരിയാണ്. അടുത്ത എല്ലാത്തിനും സൈൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അത് ശരിയായിക്കോ. കുറച്ച് ചെയ്ത് ആ ടീച്ചറിനെ ചെയ്തോ കേട്ടോ. ശരിയാവും. ഓക്കെ. അങ്ങനെ റെഡി ചെയ്തില്ലേ? നൂൽച്ചപ്പൊക്കെ വേഗം വന്നാൽ കുഴപ്പമില്ല. ഉഷാറായിക്കോളൂ കേട്ടോ. നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അത് ശരിയായിക്കോ. എഴുത്തിലൊക്കെ തുടങ്ങിയപ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടോ? സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. കുറെയൊക്കെ ശരിയായി വരും. അത് ശരിയാണ്. ഓക്കെ. നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഐഡിയ റെയ്ഹാൻ. കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ചില സമയത്ത് മടിയാണ്. ക്ലാസ്സിൽ അടങ്ങിയിരിക്കൂല. ടീച്ചർ വരാണ്ട് പറയലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ എടുത്തതേ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ശരിയായി ടീച്ചർ പറഞ്ഞു. എല്ലാത്തിനൊക്കെ ഉണ്ട്. അതിന് വലിയ മടിയാണ് എഴുതാനും വായിക്കാനും. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ചേർത്തിട്ടാണ് ഉഷാറായത്. കളിക്കാൻ പോകുന്നതിന് ആരോട് സംസാരിക്കുന്നതിനും മാറിക്കും ഉഷാറായി. കുഴപ്പമൊന്നുമില്ല. എപ്പോഴും പ്രാക്ടീസ് എടുക്കണം. ഭാഗത്തിന്റെ പ്രാക്ടീസേ ഉള്ളൂ. ഓനും എന്റെ എപ്പോഴും മത്സരം. രണ്ടാൾക്കും 2 പേപ്പറോടും. ഇപ്പൊ 60-70 വരെയൊക്കെ
ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ അടുത്ത ബാലൻസ് മീറ്റിംഗ് ആകുമ്പോൾ 100 കടക്കും. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ മടിയാണ്. പക്ഷേ എന്താ ടൈമൊക്കെ ഇപ്പോൾ കുറേ കുറഞ്ഞ ചെയ്യാനൊക്കെ തുടങ്ങി. കൂടുതൽ ചെയ്ത് തുടങ്ങി അല്ലേ? റിപ്പീറ്റ് ചെയ്ത് ചെയ്യും കേട്ടോ മോളെ. പിന്നെ ക്ലാസ്സിൽ ഡിക്റ്റേഷൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ ഓള് വീട്ടിൽ പഠിക്കാതെ പോകുന്നത് കിട്ടണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, മടിയാണ് വർക്ക് ചെയ്യാൻ. വീട്ടിൽ നിന്ന് ബാക്കിൽ ഇങ്ങനെ പോയിരുന്നു. തീരെ വരില്ലായിരുന്നു. കുറച്ചൊക്കെ മുന്നേ ഈ ഉഷാറാവും അല്ലേ? നമ്മൾ അടിപൊളിയാക്കും. ഓക്കെ, ഉഷാറായിക്കോട്ടെ. രണ്ടു കിട്ടാൻ മടിയാണ്. നല്ല മതിയാണ്. ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ചെയ്യണം കേട്ടോ. ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതെ, ആ അത് ശരി. കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ കുറവായിരുന്നു സ്പീഡൊക്കെ. ഇപ്പം കുറച്ച് സ്പീഡ് കൂടി ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ മാറ്റണം. പ്രാക്ടീസ് ഒന്ന് ഉഷാറാക്കി പ്രോപ്പറായിട്ട് കൊണ്ടുവരണം കേട്ടോ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ.